ഒരു കുഞ്ഞ് സാമ്പാർ തന്ന വലിയൊരു സന്തോഷത്തിൻ്റെ കഥ പറയട്ടെ. പതിവ് പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി വൈകിട്ടത്തെ ഫുഡ് ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് അടുക്കളയിൽ കയറിയ എനിക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എന്താണെന്നറിയാമോ? ആ കുക്കറിനകത്തിരിക്കുന്ന സാമ്പാർ. ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പാണ് എൻ്റെ കുട്ടീസിന് ഉണ്ടാക്കി വെച്ചതാ. കാട വറുത്തതും ചോറും സാമ്പാർ. ഓ, ഇതാണ് ഇത്ര വലിയ കാര്യം എന്നല്ലേ ഇപ്പം നിങ്ങളിൽ പലരും ചിന്തിച്ചത്. ഇത് എനിക്ക് വലിയ കാര്യമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, കുട്ടീസ് ഫുഡ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഉണ്ടാക്കുന്ന കൂടുതലും നോൺ വെജുകളാണ് കേട്ടോ. വെജിറ്റബിൾസിനെ കൊണ്ടുള്ള ഒരു കളി പുള്ളിക്ക് വലിയ താല്പര്യമില്ല, കഴിക്കാനും താല്പര്യമില്ല എന്ന് പറയാം. അങ്ങനെയുള്ള ആളാണ് കേട്ടോ ഇന്ന് സാമ്പാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ആണുങ്ങൾക്കേ പൊതുവേ ഒരു സ്വഭാവമുണ്ട്. അവർക്ക് ഈ നോക്കിയും കണ്ടും ചെയ്യാനുള്ള ഒരു കഴിവില്ല. എല്ലാവർക്കും അല്ല കേട്ടോ. അടിപൊളിയായിട്ട് വീട് നോക്കിക്കൊണ്ട് പോകുന്ന പുരുഷന്മാരുമുണ്ട്. പക്ഷെ ഞാൻ പൊതുവിലുള്ളൊരു കാര്യം പറഞ്ഞതാണേ. ഉദാഹരണത്തിന് എൻ്റെ കുട്ടീസിനോടാണെങ്കിലും ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം കേട്ടോ എന്ന് പറയുവാണെങ്കിൽ ഒരു മടിയും കൂടാതെ ആൾ ചെയ്തു വെക്കും. പക്ഷെ അത് തന്നെ നോക്കി പറക്കി ചെയ്യാനുള്ള ഒരു കഴിവ് പുള്ളിക്കില്ല കേട്ടോ. അതൊരു കുറ്റമായിട്ട് എനിക്ക് ആദ്യമൊക്കെ തോന്നുമായിരുന്നു. ഇപ്പം അത് അഡ്ജസ്റ്റായി. അല്ലെങ്കിൽ തന്നെ നമുക്ക് പെണ്ണുങ്ങൾക്ക് പൊതുവേ ഒരു കുഴപ്പമുണ്ട്. കിട്ടാത്ത കാര്യങ്ങളെപ്പറ്റി എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ട് നിൽക്കും. കിട്ടുന്ന കാര്യങ്ങൾക്കൊന്നും നന്ദി പറയാറുമില്ല. അത് പറഞ്ഞപ്പോഴേ ഞാൻ പേളിമാണിയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ആൾ മനോഹരമായിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക്സ് പറയണമെന്ന്. ആക്ച്വലി അത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കുട്ടിസിനോട് പറയാറുണ്ട് താങ്ക് യു കുട്ടിസാന്ന്. അതിനൊരു പ്രത്യേക രസമാണ്. കുടുംബജീവിതത്തിലെ രണ്ടുപേരുടെ ഇഷ്ടങ്ങൾക്ക് ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാധാന്യം കൊടുക്കണം. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് മാറിയിരിക്കാതെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പാർട്ണർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കില്ലേ. അതുപോലെ തന്നെ നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ എപ്പോഴും പരാതി പറയാതെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾക്ക് ചെറിയ ചെറിയതാണെങ്കിൽ പോലും അതിന് ഒരു സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതം വളരെ മനോഹരമായിരിക്കും കേട്ടോ. നമ്മളത്ര പെർഫെക്റ്റായ കപ്പിൾസാണെന്നൊന്നും അല്ല കേട്ടോ. പൊരിഞ്ഞ അടിയും വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോഴത്തെ വഴക്ക് കണ്ടാൽ എനിക്ക് തന്നെ തോന്നും പിറ്റേ ദിവസം ഡൈവോഴ്സ് ആവുമെന്ന്. പക്ഷെ അതിലൊന്നും അല്ല കാര്യം. നമ്മുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് പങ്കാളിയുടെ ആഗ്രഹങ്ങളെ തളച്ചിടാതിരുന്നാൽ മതി. നമ്മൾ ആരും എല്ലാം അറിഞ്ഞിട്ടല്ലല്ലോ ഈ ഭൂമിയിലേക്ക് വന്നത്. അറിയത്തില്ലെന്നും പറഞ്ഞ് മാറിയിരിക്കാതെ പതിയെ പതിയെ ചെയ്ത് നോക്കിയാൽ മതിയെന്നേ. താങ്ങാൻ ആളില്ലെങ്കിൽ എത്ര വൈകിയാലും തനിയെ നടക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത്രയേ ഉള്ളൂ. നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്. അതങ്ങ് പൊളിച്ച് പുറത്ത് ചാടാനുള്ള ഒരു താമസമേ ഉള്ളൂ. അത് പൊളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.